ഞാൻ പ്രഗ്നന്റ് ആണ്. എത്ര മാസം? സീരിയസ്ലി ഞാൻ നുണ പറഞ്ഞല്ലോ. സീരിയസ്ലി ഞാൻ ഫേക്കല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തു വന്നത്. ഞാൻ ചുരിദാറിൽ ഇടാറ്. സാരി എടുത്തു വന്നത് അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണത്തില്ലേ? ഞാൻ തമാശ പറയല്ലോ. അങ്ങനെ ശാസ്ത്രം തോറ്റു, ആശി ജയിച്ചു. ജാസി പ്രഗ്നന്റ് ആയെന്ന് പറയുന്ന സമയത്ത് ആശിക്കാണല്ലോ അതിന്റെ ക്രെഡിറ്റ് പോകുന്നത്. അപ്പം ഈ ഒരു പ്രഗ്നൻസി കേസായിട്ട് കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയക്കകത്ത് കിടന്ന് കറങ്ങുന്നു. ഞാനും കരുതി ഇതെന്താ സംഭവം ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷെ ഇപ്പൊ റിലേറ്റഡ് വീഡിയോസ് ഒരുപാട് കണ്ട സമയത്ത് മനസ്സിലായി പുള്ളിക്കാരനെ ഓർ പുള്ളിക്കാരിക്ക്, പുള്ളിക്കാരത്തി എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്, നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം. പുള്ളിക്കാരത്തിക്ക് ഗർഭിണിയാവാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ പുള്ളിക്കാരി ഗർഭിണിയല്ല. അതല്ല എന്ന് പറയാനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പുള്ളിക്കാരിന്റെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ അകത്ത് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു. അതിൽ ഞാൻ ഒരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാത്തിരുന്നു കണി കണ്ട നാൾ മുതൽ കൺമണിയേ നിന്നോട്. നീ എന്താ പരുതിന് ഇതെടുത്തലക്ക എന്തിനാ? കുട്ടിയായി കഴിഞ്ഞാൽ കുറുക്ക് വരകാന് നല്ലല്ലേ? രണ്ടര അത് ശരി, രണ്ടാമത്തെ പാത്രം നിനക്കിരുന്ന് വിറകാനാണോ? അല്ലെ, രണ്ടെണ്ണം വേണം. ഇവന് ചോദ്യം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓവറായിട്ട് തോന്നിയില്ലേ? പ്രഗ്നന്റ് ആയിട്ട് കാണിച്ച് നടക്കുക, വയറ് താങ്ങി പിടിച്ച് മുറ്റ അടിച്ചു വാരുക, ഇതൊക്കെ ഒരു റീൽസിന്റെ ഭാഗമായിട്ട് കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിൽ നമുക്ക് പിന്നെ അതൊരു കണ്ടന്റ് ആണല്ലോ എന്ന് കരുതി ഒഴിവാക്കി വിടാം. പക്ഷെ ഇതല്ലാണ്ട് സമൂഹങ്ങളിൽ കുഞ്ഞുങ്ങളില്ലാത്ത കഷ്ടപ്പെടുന്ന അമ്മമാരുടെ ഇടയ്ക്ക് ഞാൻ പ്രഗ്നന്റ് ആണ്, എനിക്ക് കുറച്ച് 5 മാസമായ ആളുടെ വയറ് ഇടയ്ക്കിടയ്ക്ക് ഉള്ളോട്ട് പോകും, ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് ചാടും. അതൊരു പ്രത്യേകതരം വയറാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അമ്മമാരുടെ ആ ഒരു ഇമോഷൻസിനെ കളിയാക്കുന്ന പോലെയാണ് ഇവരുടെ ഈ ഒരു പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ഇവർ കാട്ടിക്കൂട്ടുന്നത്. അല്ലെങ്കിലും ഇല്ലാത്തൊരു ഗർഭമുണ്ട് എന്ന് ആളുകളെ പറഞ്ഞ് പറ്റിക്കും. എത്ര കണ്ട് മോശമാണല്ലേ? സ്റ്റേജിലെല്ലാം കയറി ഇരുന്ന് യാതൊരു തരത്തിലുള്ള മടിയും ഇല്ലാതെയാണ് വിളിച്ചു പറയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവും സത്യമായിട്ടുമാണ്. പിന്നെ ആരെങ്കിലും ചോദിക്കുമ്പോഴേക്കും പ്രഗ്നൻസിനെ കുറിച്ച് ചോദിക്കുമ്പോഴേക്കും വോമിറ്റ് ചെയ്ത് കാണിക്കുക. ഇതൊക്കെയാണ് ആ പുള്ളിക്കാരി ചെയ്യുന്ന പരിപാടികൾ. ചെക്കപ്പ് റിലേറ്റ് ചെയ്ത് വേറൊരു വീഡിയോയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ജാസി എന്താ ചെക്കപ്പ് കഴിഞ്ഞോ? കഴിഞ്ഞു. എല്ലാരും ഡൗട്ടാണ് ജാസി ഗർഭിണിയാണോ, ജാസിക്ക് എത്ര മാസമായി എന്നുള്ളത്. ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് സീരിയസ്ലി നുണ പറയുന്നതല്ല. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇന്നിതാ ചെക്കപ്പിന് വേണ്ടി വന്നാണ്. ചെക്കപ്പ് കഴിഞ്ഞു. ഇനി എനിക്ക് ജസ്റ്റ് ഒന്ന് ബോഡി ഭയങ്കര വീക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂക്കോസും കൂടി ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി ചെയ്യണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇവിടെ ഇവർ ഈ അഭിനയിച്ച് കാണിക്കുന്ന ഈ ഒരു വേദന, പെയിന്, ക്ഷീണം, ഇതൊക്കെ ഇവർ സത്യത്തിൽ അനുഭവിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ശരിക്കും ഇവർ അനുഭവിക്കുന്നുണ്ടോ? ഒരു പെണ്ണാവുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് അറിയാം അതെങ്ങനെയൊക്കെയാണെന്ന്. അതിനവിടെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, ബഹുമാനമുണ്ട്, ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. നമ്മൾ വേദന സഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേദനയോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീരിയഡ്സ് ആവാത്ത ജാസി, ഇന്നേ വരെ പീരിയഡ്സിന്റെ വേദന അനുഭവിക്കാത്ത ജാസിയാണ് വന്നിട്ട് ഈ ഒരു പ്രഗ്നൻസിന്റെ കാര്യങ്ങൾ ഇത്രയധികം ഡ്രാമാറ്റിക് ആയിട്ട് ആൾക്കാരുടെ മുമ്പിലോട്ട് അഭിനയിച്ച് എത്തിക്കുന്നത്. ആ ഒരു പ്രസവ സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചൊന്നും ജാസിക്ക് ഒരു ധാരണയില്ല. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ടും അഭിനയിച്ച് വെച്ച് കണ്ടതും കൊണ്ടാണ് ഇവരെല്ലാം ആ വേദന അളന്നിട്ട് അനുകരിച്ച് കാണിക്കുന്നതൊക്കെ തന്നെ. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അറിയാതെ ഒരാൾ വന്നിട്ട് ഒരു സ്ത്രീന്റെ ഈ ഒരു ഗർഭകാലാവസ്ഥനെ ഇങ്ങനെ വികൃതമാക്കി കാണിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ജാസിനെ പല വീഡിയോസിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് യോജിച്ചു പോകാൻ വേണ്ടി പറ്റില്ല. പ്രത്യേകിച്ച് ഞാൻ അയാളുടെ ഇതിൽ നോക്കിയ സമയത്ത് ഇവരുടെ ഈ ഒരു പ്രഗ്നൻസി സീസണിലായിട്ടാണ് തോന്നിയത്. കാരണം ഇടയ്ക്ക് ഉണ്ടാവും, ഇടയ്ക്ക് ഉണ്ടാവില്ല. ഞാൻ അവിടെ കുറച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോസും ഫോട്ടോസും അപ്ലോഡ് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ കാണാം. ഒരു സമയത്ത് പ്രഗ്നന്റ് ആണ്, ഒരു സമയത്ത് പ്രഗ്നന്റ് അല്ല. പോരാത്തതിന് ഇപ്പം അടുത്ത് വയറ് താങ്ങി പിടിച്ചത് ഈ കാണുന്ന റീൽസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ എടുത്ത സമയത്തും പുള്ളിക്കാരി പ്രഗ്നന്റ് ആണ്. പക്ഷെ അപ്പം നിങ്ങൾ തന്നെ പറയുക കാണുന്ന സമയത്ത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുന്ന പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നിസ്സാരമായിട്ട് കാണിക്കാനുള്ള പരിപാടികളൊക്കെയാണോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഇനിയിപ്പോൾ ഇവർക്കൊരു കൊച്ചിനെ വേണമെന്നുണ്ടെങ്കിൽ അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ മുമ്പിലുണ്ട്.
അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാരെ, പ്രസവം കഴിഞ്ഞ അമ്മമാരെ, ഇനി പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകളെ, അവരുടെ ഇമോഷൻസിനെ, പെയിൻസിനെ കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ പ്രവർത്തിക്കാതിരിക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. ഈ വുമണിനെ പറ്റി സംസാരിച്ചപ്പോഴാണ് ഈ ജാസി തന്നെ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോക്കകത്ത് സ്ത്രീകളെ പോലെ വേഷം കെട്ടി നടക്കുന്ന ഒരു കാര്യം ഒരു ആങ്കർ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ഞാൻ അതിവിടെ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. എന്തുകൊണ്ട് ജാസി മറ്റൊരു പെൺവേഷത്തിൽ ഇരിക്കാത്ത എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അവിടെയാണ് ആളുകൾക്ക് സംശയങ്ങൾ വീണ്ടും വീണ്ടും ജാസിയിലേക്ക് വരുന്നത്. അത്തരം ഡ്രസ്സിംഗ് രീതിയിലേക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നു നോക്കിയിട്ടാണോ? അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഒരു സ്ത്രീയായി നടക്കുമ്പോൾ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ സ്ത്രീയായിട്ട് നടക്കുന്ന സമയത്ത്. ഇതാകുമ്പോൾ നമുക്ക് ഏതൊക്കെ പാതത്തിന് എവിടെയും ഇറങ്ങി നടക്കാമല്ലോ. സത്യം പറഞ്ഞാൽ എൻ്റെ താടിയെ ഞാൻ ഒരു കവചം പോലെ വെച്ചിരിക്കുകയാണ്. ഈ താടിയിലാണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങി ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി വരും, നാട്ടിൽ എങ്ങനെയൊക്കെ എനിക്ക് നടക്കാൻ പറ്റും. താടിയാകുമ്പോൾ പിന്നെ അങ്ങനെ ആരും അങ്ങ് കാർന്ന് നിൽക്കില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഒരു മായാമോഹിനി പരിവേഷം തന്നെയാണ് പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞത്. പുള്ളിക്കാരനായിരിക്കുന്ന സമയത്ത് പറഞ്ഞത് അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും, ആൾക്കാരെ കളിയാക്കും, മോശം വിചാരിക്കും, അത് അവർക്ക് സ്ത്രീകൾക്ക് തന്നെ ഒരു കുറച്ചിലാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ആദ്യം ആ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. വർഷങ്ങൾക്കിപ്പറേ പുള്ളിക്കാരി അതെല്ലാം തിരുത്തിയിട്ട് ഒരു അത്ഭുത ഗർഭം എന്ന പോലെ സ്ത്രീൻ്റെ പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ ഇതേമാതിരി ആൾക്കാരുടെ മുമ്പിൽ പരിഹസിച്ച് പരിഹാസപാത്രമാക്കി ഇങ്ങനെ കാണിച്ചു കൊണ്ട് നടക്കുന്നു. എനിക്കത് കണ്ട സമയത്ത് ശരിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഹേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, റെസ്പെക്റ്റ് ഉണ്ട്. ഒരു പക്ഷേ അമ്മയാവാൻ സാധിക്കാത്തതിൽ, ഒരു സ്ത്രീ ആവാൻ സാധിക്കാത്തതിലുള്ള വിഷമവും കാര്യങ്ങളെല്ലാം തന്നെ പുള്ളിക്കാരന് ഓർ പുള്ളിക്കാരിക്ക് ഉണ്ടായിരിക്കാം. അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ഇങ്ങനെ ഒരു പിറപ്പാക്കിയിട്ട് പിറപ്പിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇങ്ങനൊരു ജന്മത്തിൽ പുള്ളിക്കാരിയും സഫർ ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അവരുടെ വിശ്വപ്രകാരം അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ തന്നെ ജനിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ ഇത്രയും ആളുകൾ പ്രതികരിച്ച സ്ഥിതിക്ക് ഇനിയെങ്കിലും ഇത്തരത്തിലെ കോമാളിത്തരങ്ങൾ നിർത്തുന്നതല്ലേ നല്ലത് എന്നുള്ളതൊരു സജഷനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.